എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. താളിച്ചുമോര്, നാച്ചുറൽ ബ്യൂട്ടി, ഉപ്പുമാവ്, പഴയ കാറ്, ജാമ്, പായസം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇൻസ്റ്റഗ്രാമിൽ എയറിൽ കയറിയിട്ട് കുറച്ചധികം സമയമായി. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം ചന്ദനമഴ. ചന്ദനമഴയ്ക്ക് 2014 ഒരുപാട് വലിയ ഓഡിയൻസ് ഉണ്ടായിരുന്ന ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ വീട്ടമ്മമാർ ഒരു പക്ഷെ അവരുടെ എല്ലാ ജോലികളിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്ത് പിടിച്ചിരുത്തിയിരുന്ന ഒരു ജനറേഷൻ്റെ മൊത്തം പിടിച്ചിരുത്തിയിരുന്ന ഒരു ഷോ ആയിരുന്നു ചന്ദനമഴ. പക്ഷെ ആ ജനറേഷനൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് വലുതായി പോയപ്പം ആണ് നമുക്ക് ആ ഷോ ഒരു പക്ഷേ കാലത്തിനൊത്തായിരുന്നു അത് സഞ്ചരിച്ചിരുന്നത്. ഈ കാലത്തിൽ അത് എന്തുമാത്രം റിഗ്രസീവ് ആണെന്നും എന്തുമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്നും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ചന്ദനമഴ എന്നുള്ള സീരിയൽ റിയൽ ടൈമിൽ കണ്ടിട്ടില്ല. പക്ഷെ പ്രെറ്റി മച്ച് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ ആ ഒരു ഹോൾ സീരിയൽ ഞാൻ കണ്ട അവസ്ഥയാണ്. എൻ്റെ സന്തോഷത്തോടു എൻ്റെ അനുവാദത്തോടു കൂടിയല്ല, പക്ഷെ ഞാനിത് മൊത്തം കണ്ടു കഴിഞ്ഞു. അത് എന്തിപ്പോൾ ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടല്ലോ. ദേശായ ഫാമിലിയിലെ കുടുംബങ്ങളെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ എന്ത് സീരിയലാണ് കാണാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇക്ത കപൂറിൻ്റെ സീരിയലുകളാണ് ഞാൻ ആദ്യം കാണാൻ തുടങ്ങിയത്. അപ്പം ഇക്ത കപൂറിൻ്റെ സീരിയലുകളാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു വേവ് കൊണ്ടുവന്ന സീരിയലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സീരിയലുകൾ, അതായത് ക്യൂക്കി, സാസ്ബി, കബി ബഹൂതി, കഹാനി ഘർ ഘർ കി, അങ്ങനെ കുറേ സീരിയലുകളുണ്ട്. പണ്ട് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ടി വി എന്നുള്ള മാധ്യമത്തിന് ഗവൺമെൻറ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അതിനുശേഷം വിക്രം സാരാഭായ് ആണ് പറഞ്ഞത് നമുക്ക് ടി വി എന്നുള്ള മാധ്യമത്തിലൂടെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളത്. അപ്പം ഹം ലോഗ് പോലെയുള്ള ഷോകളൊക്കെ വന്നു. ഒരു മീഡിയയ്ക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സിനിമയോ അല്ലെങ്കിൽ സീരിയലോ പോലുള്ള മാധ്യമങ്ങൾക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർ ഒരു പക്ഷേ ഹം ലോഗിൻ്റെയൊക്കെ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസിനെ സ്റ്റഡി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത്രയധികം ജനങ്ങളുടെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയ കാര്യങ്ങളായിരുന്നു അതിൽ സംസാരിച്ചിരുന്നത്, റിയലിസ്റ്റിക് പ്രോബ്ലംസ് ആയിരുന്നു അതിൽ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് പിടിച്ചിരുത്താൻ കപ്പാസിറ്റി അതിനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു പക്ഷേ കുട്ടികളാവുമ്പോൾ കണ്ട സീരിയലുകൾ ശക്തിമാൻ, ക്യാപ്റ്റൻ വ്യൂം, ഇതിനൊക്കെ വേണമെങ്കിൽ സീരിയൽ എന്നുള്ള ഒരു ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. ക്യാപ്റ്റൻ വ്യൂം കണ്ടതുണ്ട്, ശാന്തി ഓർമ്മയുണ്ട് എനിക്ക് കണ്ടത്, മാൽഗുഡി ഡേയ്സ് കണ്ടത് ഓർമ്മയുണ്ട്. പിന്നീട് കോൻ ബനേഗ ക്രോർപതിക്ക് ശേഷമാണ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വെക്കാമെന്നും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്നും. അവിടെ നിന്നും ഇക്ത കപൂറിൻ്റെ ഒരു ബിസിനസ് ഐഡിയ ആയിരുന്നു വീട്ടിലുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തിട്ട് ടി വിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയാൽ അത് കാണാൻ ആളുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ട്രോപ്പ് ഒരു അമ്മായിയമ്മ മരുമകൾ ഒരു വീട്ടിലേക്ക് ഒരു കല്യാണം കഴിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ട്രോപ്പ്. അപ്പം ഞാൻ ഈ ഗോപി ബഹുവിനെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഗോപി ബഹു ഒക്കെ റിയൽ ടൈമിൽ ലാപ്ടോപ്പ് കഴുകുന്നത് കണ്ട ആളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദിക്കാരുടെ സീരിയലുകൾ വരെ ടോപ്പ് ടയർ. അന്നൊക്കെ നമ്മുടെ സീരിയലുകളിൽ എന്ന് പറഞ്ഞാൽ ജ്വാലയായാണ് ഞാൻ പിന്നെ ഇരുന്ന് കണ്ടിരുന്ന സീരിയൽ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നല്ല കണ്ടന്റ് ഉള്ളൊരു സീരിയലായിരുന്നു, അത് നല്ല കഥയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുപോലെ തന്നെ കാവ്യാഞ്ജലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപി ബഹുവിനെയും ഇവരെയും ഈ ഇക്ത കപൂറിൻ്റെ മൊത്തത്തിലുള്ള സീരിയലുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ അടയാഭരണ ഭൂഷിതരാണ്. ഈ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ കിറകുപ്പായൊക്കെ ഇട്ടിരിക്കുന്നിടത്ത് അവരെന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റപ്പിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനൊക്കെ നോക്കിയിട്ട് ഈ ചീഞ്ഞ മാക്സിൻസും മുഷിഞ്ഞ സാരിയൊക്കെ കൊടുത്ത് നടക്കണം. ഇവരൊക്കെ നോക്കൂ, ഇവരൊക്കെ നടക്കണം കണ്ടില്ലേ വീട്ടിൽ. ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ട്രഡീഷണലായ എല്ലാ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രതീകമായ ഒരു നായികയെ ഒരു പക്ഷേ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവ്, അതുപോലെ നായികയെ ഇഷ്ടമില്ലാത്ത ഒരു അമ്മായിയമ്മ, പിന്നീട് ഇഷ്ടപ്പെടുന്ന ഒരു അമ്മായിയമ്മ. ഇനി ഇതിലൊക്കെ നായികയുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കിക്കാൻ വേണ്ടി വളരെ മോഡേണായ കുറച്ച് ഡ്രസ്സുകളിട്ട് ആ നായികയുടെ ജീവിതം ബുദ്ധിമുട്ടിക്കാനായി അവർക്കൊരു ക്യാച്ച് ഫ്രേസ് കൊടുക്കും. ആ രീതിയിലുള്ള കുറച്ച് വില്ലത്തിമാർ, അവരെപ്പോഴും സ്ത്രീകളായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് കഥയുടെ. പിന്നീടാണ് മലയാളം സീരിയൽ മേക്കേഴ്സ് ഈ ഒരു കഥയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ആ കഥകളുടെ ഒരു ഇതിൽ നിന്ന് എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് സീരിയലുകൾ ഇവിടെ ഇറക്കാൻ തുടങ്ങിയത്.
നമ്മുടെ നാട്ടിലും ഈ വക സീരിയലുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോൾ സന്ധ്യേൻ്റെയും സൂരജിൻ്റെയും സീരിയൽ അവർ ഹിന്ദിയിൽ നിന്ന് റീമേക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതൊരു മണ്ടൻ കഥയായിരുന്നു അന്നും, അതൊരു മണ്ടൻ കഥയായിരുന്നു ഇവിടെ ഇറങ്ങിയപ്പോഴും. അത് പക്ഷെ കാണാൻ ആളുണ്ടായിരുന്നു. കാണാൻ ആളുള്ളിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാർക്ക് കൊടുത്തിരുന്നത് ഒരു ആസ്പിറേഷണൽ ലൈഫാണ്. അവർക്ക് കണ്ടിരിക്കാനുള്ള കോൺഫ്ലിക്റ്റുകൾ. പക്ഷെ ഒന്ന് നോക്കുമ്പോൾ അവർക്ക് തോന്നുമായിരുന്നു എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളില്ലല്ലോ, ഇത്രയും കൊലപാതകം, പ്ലാസ്റ്റിക് സർജറി, ഇല്ലാത്ത വിഷയമൊന്നും അതിൻ്റെ ഉള്ളിലില്ലല്ലോ. അത് ഒരു ആസ്പിറേഷൻ. പിന്നെ പലപ്പോഴും അതിലുണ്ടായിരുന്നത് അമ്മയുടെ താളത്തിന് തുള്ളുന്ന മക്കൾ, ആൺമക്കളായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭരിച്ച് ജീവിക്കാൻ പറ്റുന്ന ത്യാഗത്തിന്റെ പ്രതീകമായ മരുമക്കളുമായിരുന്നു. അതൊരു പക്ഷേ ആ ഒരു സഹിച്ച മരുമക്കൾക്കും സഹിപ്പിക്കാൻ ആഗ്രഹമുള്ള അമ്മായിയമ്മമാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രോപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അമ്മയുടെ താളത്തിന് തുള്ളുന്ന ഒരു മകൻ, അമ്മയെ പ്രൈമറി ആയിട്ട് വെക്കുന്ന ഒരു മകൻ, അത് അവർക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കണം ചിലപ്പോൾ ഈ സീരിയലുകളിലൂടെയൊക്കെ ഇവർക്ക് പ്രസന്റേഷൻ ചെയ്തു കൊടുത്തത്. ആ ഒരു ആഗ്രഹം അത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പോലും സമ്മതിക്കാണ്ട് ഈ സീരിയല്, എസ്പെഷ്യലി ഓൾഡർ ജനറേഷനിലെ അമ്മമാർ, ചില അമ്മമാരൊക്കെ കുട്ടികളെ ഇരുത്തി ഇത് കാണിക്കുമായിരുന്നു. നിങ്ങൾ ഈ സീരിയലൊക്കെ കണ്ടു വേണം പഠിക്കാൻ, ഇതൊക്കെ കണ്ടു നോക്ക്, നിങ്ങൾ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞ് ഇരുത്തി കാണിക്കുമായിരുന്നു. ഒരു പണിഷ്മെന്റ് പോലെ അതിരുന്ന് കണ്ട കുട്ടികളും ഉണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടി സാറ്റയറുള്ള മറിമായമോ ഉപ്പുമുളകും പോലത്തെ ഒക്കെ സീരിയൽ വെച്ച് കഴിഞ്ഞാൽ അവർ അടി ഉണ്ടാക്കിയിട്ട് ഈ സീരിയൽ മാറ്റിക്കും എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് കുറച്ച് സാഡായ ഒരു കാര്യമാണ്. ഇപ്പം മറിമായം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ സാറ്ററിക്കലായിട്ട്, പക്ഷേ ജനറൽ പബ്ലിക്കിന് വളരെയധികം റിലേറ്റബിൾ ആയിട്ട് കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോയിൽ ഒന്നാണ് മറിമായം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും വെക്കാൻ സമയമില്ല, കാരണം അതൊന്നല്ല ഫണ്ണ്. ഈ കുശുമ്പും കുന്നായ്മയാണ് ഫുള്ള്, ഈ പരദൂഷണമാണ് ഫുള്ള് ഫണ്ണ്. ഈ സീരിയലുകൾ കൊടുത്തൊരു ആസ്പിറേഷൻ പിന്നെ വളരെ അടയാഭരണ ഭൂഷിതരായ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വേണമെങ്കിൽ അവരത് നോക്കുമായിരുന്നു. പിന്നെ മോഡേൺ ആയിട്ടുള്ള എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്തിരുന്നൊരു സമൂഹമായിരുന്നു ഒരു 10 വർഷം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോഡേൺ ആയിട്ടുള്ളൊരു വില്ലത്തിയെ കാണുമ്പോൾ, മോഡേൺ ആശയങ്ങളിലുള്ളൊരു വില്ലത്തിയെ കാണുമ്പോൾ, സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരാൾ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്താൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. നീ അവളെ നോക്ക്, അവളാണ് അതിൽ ഏറ്റവും വൃത്തികെട്ടവൾ, അവൾ കാണിക്കണ പോലെ നീ തുള്ളണ്ടെന്ന് പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇതിലെ പയ്യന്മാരെയൊക്കെ നോക്കുക, അമ്മമാരനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ഭൂരിഭാഗം സീരിയലുകളിലും ഫാദേഴ്സിന് വലിയ റോൾ ഉണ്ടാവില്ല, കാരണം പ്രൈമറിലി സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സീരിയലുകളൊക്കെ ഇവർ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലേക്ക് ഈ സീരിയലുകൾ വന്നപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഒരു കാലക്രമേണ ഇതിൻ്റെ ഒരു സ്റ്റൈല് മാറിക്കാണുന്നു. പക്ഷെ റീസെൻ്റ്ലി ഇവിടെ എൻ്റെ ഇൻലോസൊക്കെ വന്നപ്പോൾ അവരൊക്കെ സീരിയൽ കാണും. ഇന്നത്തെ ജനറേഷനിൽ കുറെ കൂടി ഫാദേഴ്സും സീരിയൽ കാണാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും ഞാൻ സംസാരിച്ചു പലരും പറഞ്ഞത് അവരുടെ അച്ഛന്മാർക്ക് ന്യൂസ് കണ്ട് മടുത്തു, TV-യിൽ വരുന്ന സിനിമകളെല്ലാം എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേറ്റീവായ സിനിമകളാണ്, അതുകൊണ്ട് സീരിയലിലേക്ക് തിരിഞ്ഞ കുറച്ച് അച്ഛന്മാരെങ്കിലും നമ്മുടെ ജനറേഷനിൽ ഇപ്പം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരുപാട് സീരിയൽ കണ്ടപ്പം ഒരു ചേച്ചി ഇരുന്ന് പറയാണ്, നിന്റെ എല്ലാ കൊലപാതകങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നു, പക്ഷേ ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് വലിയ ഹൈ ചെയറിലിരുന്നിട്ട്. ഞാൻ ആലോചിക്കും, ഇതെന്ത് ഇത്ര കൊലപാതകം, ഇതൊരു ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യമല്ലേ, ഇതിലെങ്ങനെ ഇത്രയും കൊലപാതകങ്ങൾ നടക്കുന്നത്, ഇതിനൊക്കെ കൂട്ടു നിൽക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഒരു റെഗുലർ ലൈഫിലുള്ളൊരു കോൺവെർസേഷൻ ആണോ? വിഷം കൊടുക്കൽ, ഗുണ്ടാ സംഘം, രണ്ടാനമ്മ ദ്രോഹം, ഒരു ഹസ്ബൻഡിന് പല ഭാര്യമാരുള്ളത്, ബഹുഭാര്യാത്വം. അതുകൂടാതെ തന്നെ പണ്ട് കുറച്ചും കൂടി ഒരു മുന്നുണ്ടായിരുന്നൊരു ട്രെൻഡായിരുന്നു, കുഞ്ഞുങ്ങൾ മാറിപ്പോയി, കുഞ്ഞുങ്ങൾ കരയുന്നു, ആ കുട്ടിക്ക് അമ്മ ആരാണെന്നറിയാം, ഈ കുട്ടിക്ക് അച്ഛനാണെന്നറിയാം, ഭയങ്കര ബഹളം. എന്തൊരു ബഹളമാണ്, കുട്ടികളങ്ങ് കരഞ്ഞ് മെഴുകുകയാണ് ഇരുന്നിട്ട്. അപ്പം ആ ഒരു ട്രോപ്പ് എങ്ങനെ ശരിയാവും? പിന്നെ ഇപ്പം അടുത്ത് ഞാനൊരു സീരിയൽ കണ്ടു, ഇതുപോലെ തന്നെ വളരെ ചെറിയൊരു, എനിക്കൊരു ശില്പങ്ങൾ ഉണ്ടാക്കുന്നൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് കൊണ്ടുപോയിട്ട് വലിയൊരു ഫാമിലിക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു. ഇപ്പം ഈ അമൃതേൻ്റെയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അപ്ഗ്രേഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പോയതിന് ഭയങ്കര ആ വീട്ടിലൊരു അപ്രോർ ഉണ്ടാകുന്നു. അത് ഞാൻ ചേട്ടനോട് ചോദിച്ച് സമ്മതം മേടിച്ചിട്ടാണ്. ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻസ് ഒക്കെ 2024 നമ്മൾ ഈ സീരിയലുകളിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അതിനിപ്പോഴും ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ടല്ലേ അത് കാണേണ്ടി വരുന്നത്. അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ എന്താ പറയുക, കരവലയത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു നായകൻ എപ്പോഴും സ്ത്രീകൾ തന്നെ ആയിരിക്കും സ്ത്രീകളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് ചിലപ്പോഴൊക്കെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഒരു സ്ത്രീയാണെന്ന് പറയുന്നത് മേ ബി അവരങ്ങോട്ട് മെറ്റീരിയലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ. അതുകൂടാണ്ട് ജനത്തിന് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യം ആദ്യം വഴക്കായിട്ട് പിന്നീട് പതുക്കെ
സ്നേഹത്തിലാവുന്ന ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ വേണ്ടാത്ത സാഹചര്യങ്ങളിൽ ഇഷ്ടമില്ലാണ്ട് കല്യാണം മൂങ്ങി കരഞ്ഞ് ഒക്കെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി വരുന്നു. ആ വീട്ടുകാരുടെ എല്ലാ ആട്ടും തൊപ്പും സഹിക്കുന്നു. അതിനുശേഷം ഈ ഭർത്താവിന് ഇത്രയും ആട്ടും തൊപ്പ് സഹിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് ലോകത്തിൽ ഇനി വേറെ കിട്ടാനില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രേമത്തിലാവുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മൂടനുണ്ടെങ്കിൽ 2014 ചന്ദനമഴയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു കാലത്തിന്റെ ഗതിക്കനുസരിച്ചായിരുന്നു അന്നത്തെ കണ്ടന്റ് എന്ന് പറയാം. അതിൽ ഇപ്പം കുറേ പേര് പറയുന്നുണ്ട് അതിൽ വില്ലത്തിയായിട്ട് കാണിച്ചിരുന്ന വർഷമായിരുന്നു ഏറ്റവും ആ കുടുംബത്തിൽ ബുദ്ധി ഉണ്ടായിരുന്ന ആളെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത് എന്നുള്ളത്. ഇന്നത്തെ കാലത്തും പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഈ സീരിയലുകൾക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ഒരു കലിപ്പൻ കാന്താരി പ്രേമം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇതുപോലെ സ്നേഹം കുറവ്, വൺ സാക്രിഫൈസുകൾ. പിന്നെ വേറൊരാൾ പറഞ്ഞാണ് ഈ സീരിയലുകളെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും, അവരൊരു സൂപ്പർ വുമൺ ആണ് ഈ നായിക എന്ന് പറഞ്ഞാൽ. അതായത് അവർ ഭയങ്കര ഒരു കുലസ്ത്രീ ആയിരിക്കും, വലിയൊരു കുടുംബ മഹിമ കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കും, സാരി മാത്രമേ ഉടുക്കുകയുള്ളൂ, എപ്പോഴും പൊട്ടൊക്കെ കുത്തി സാരി ഉടുത്ത് ഭയങ്കര ഐശ്വര്യമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അതിൻ്റെ കൂടെ അവർ കമ്പനി നടത്തി കൊണ്ടുപോകും, അതിൻ്റെ കൂടെ അവർ ഡിസൈനിങ്ങും ചെയ്യും, അതിൻ്റെ കൂടെ അവർ കുക്കിങ്ങും ചെയ്യും, അതിൻ്റെ കൂടെ അവർ പായസം ഉണ്ടാക്കും. ഇതൊരു നോർമൽ വ്യക്തിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് TRP കൂട്ടി കിട്ടാൻ വേണ്ടി എരിവും പുളിയും ചേർത്ത് ചെറിയ കോൺഫ്ലിക്റ്റുകൾ വരെ, അതുകൊണ്ടാണ് ചെറിയൊരു ഉപ്മാവോ ഒരു പായസമോ ഒക്കെ വലിയ കഥയാവുന്നത്. കാരണം ഇതൊരു 1 വർഷം 2 വർഷം to 5 വർഷമൊക്കെ പോകുന്ന കാര്യമായതുകൊണ്ട് ഇതിന് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ വേണം, കോൺഫ്ലിക്റ്റുകൾ വേണം. അപ്പോൾ എല്ലാവരുടെ അടുത്തും വഴക്കുകൾ ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ മൈനറായ കാര്യങ്ങളായിരിക്കും. ഈ സാരി ആരോടുത്തുന്നോ, ഈ അവൾ അവിടെ ഇറങ്ങിപ്പോയിന്നോ, ചെറിയ കാര്യങ്ങളായിരിക്കും. അതിന് വലിയ വിഷ്വൽ ഇഫക്റ്റുകളാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് അതിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ മ്യൂസിക്കും ഇത്രയും വട്ടം കട്ട് ചെയ്ത് അവരുടെ മുഖം കാണിക്കുന്നതും അതിൻ്റെ കൂടെ കുറച്ച് അധികം ഇഫക്റ്റുകളും ഇടുന്നത്. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണെങ്കിൽ പോലും ഈ ഒരു ബഹളം കേട്ടിട്ട് നമ്മൾ അറിയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് നോക്കിപ്പോവും. പിന്നെ അതുപോലെ തന്നെ റിഗ്രസീവായ കാഴ്ചപ്പാടുകളെ കൂടാണ്ട് പലപ്പോഴും കുറച്ചെങ്കിലും ഒരു അന്ധവിശ്വാസങ്ങളെയും കൂടി പെർപെച്വേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും പല പൂജകൾ അത് ഇതൊക്കെ നടത്തുന്നു, കാര്യങ്ങൾ റെഡിയാക്കുന്നു, ദൈവങ്ങളുടെയും റിലീജിയൻ്റെയും ഒക്കെ ഒരു കാരിക്കേച്ചറിഷായ ഒരു റെപ്രസെൻറ്റേഷൻ പലപ്പോഴും നമുക്ക് ഈ സീരിയലുകളിലൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പൂജകൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, എല്ലാ കാര്യങ്ങളും നടക്കാൻ അങ്ങനത്തെ ഒരു റൂട്ടിലേക്ക് പോകുന്നു. അത് എപ്പിസോഡുകൾ സ്ട്രെച്ച് ചെയ്യുന്നു. മിത്തോളജീനെയൊക്കെ വളരെ മോശമായിട്ട് അവരുടെ കഥയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഒരുവിധ സ്റ്റാൻഡേർഡും ഇല്ലാതെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വലിയൊരു ഓഡിയൻസ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സീരിയലുകളിലും തോന്നുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു ബേസ്, ഈ ബേസ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് മാറാത്തിടത്തോളം കാലം ഇതിൻ്റെ ഈ ഒരു ഓഡിയൻസിന്റെ കാഴ്ചപ്പാട്, ഒരാൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ ഡാർക്കായ ഒരു കാര്യം, ഈ ഓഡിയൻസ് എല്ലാവരും മരിച്ചു പോകുമ്പോൾ ഈ സീരിയലുകളൊക്കെ തീർന്നോളും എന്നുള്ളത്. അത് ഭയങ്കര ഡാർക്കായിരുന്നു. പക്ഷെ ഒരു ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ യങ്ങർ ജനറേഷനിൽ ഒരുപാട് പേര് സീരീസുകൾ, അതായത് ഷോർട്ട് സീരീസുകളുണ്ട്. ഇപ്പം നാഗേന്ദ്രൻ്റെ ഹണിമൂണുകൾ, പിന്നെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് സീരീസുകൾ മലയാളത്തിൽ വരാൻ തുടങ്ങി. റിയലിസ്റ്റിക് ആയ, അതായത് പണ്ട് ഹംലോഗൊക്കെ ഉണ്ടായിരുന്ന പോലെ റിയലിസ്റ്റിക് ആയ കഥകൾ കാണിക്കുന്ന, എക്സാജറേഷൻ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരുപാട് വീടുകളിൽ ഇപ്പം ഈ ഒരു സീരിയൽ കാണാൻ വേണ്ടി TV വെക്കുന്നത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കിനിയും നല്ല കണ്ടന്റിലേക്ക് മാറാം. സീരിയലിൻ്റെ ഒരു ഫോർമാറ്റിലായാലും കുഴപ്പമില്ല, കാണിക്കുന്ന കണ്ടന്റ് കുറച്ചും കൂടി നല്ലതാണെങ്കിൽ എല്ലാവർക്കും, സമൂഹത്തിനും, അത് കാണുന്ന ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനും അത് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിലുള്ളൊരു അഭിപ്രായം? നിങ്ങൾ ചന്ദ്രമഴയൊക്കെ കാണാറുണ്ടായിരുന്നോ? നിങ്ങൾക്കത് റീലിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ബൈ പറയും.